ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ്. അപ്പം നമുക്ക് എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറുപയറാണ് എടുത്തേക്കുന്നത്. നമുക്കിത് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകും വരെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ചെറുപയറിന്റെയൊക്കെ നിറം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ വേണം നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അതിനുശേഷം ഞാനിപ്പോ ഇത് ഒരു നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. ഇനി വേണ്ടത് പച്ചരിയാണ്, അല്ലെങ്കിൽ നമുക്ക് മട്ട അരിയാണെങ്കിലും എടുക്കാം കേട്ടോ. അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അരി ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെച്ചേക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബദാമാണ്. അപ്പോൾ അതും കൂടി ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടില്ലേ ഡ്രൈ റോസ്റ്റ് ചെയ്ത ഐറ്റംസ് അല്ലേ, അതിലേക്ക് അതും കൂടി ഒന്നും ചേർത്തിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്നുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആണ് നമ്മുടെ പൊടി ചേർക്കേണ്ടത്. നമ്മൾ 3 കപ്പ് വെള്ളം വെക്കുന്നത് ഇത് നല്ലപോലെ കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് അളവ് കുറയും. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ 3 കപ്പ് വെള്ളം വെച്ചേക്കുന്നത്. നമുക്ക് കുടിക്കാൻ എത്ര ആവശ്യമാണോ അതനുസരിച്ചിട്ട് നമുക്ക് പൊടിയുടെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം. അപ്പം അതനുസരിച്ച് വെള്ളത്തിന്റെ അളവും അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു. അതിനുശേഷം ഞാനിതൊന്ന് സിമ്മിലിട്ട് കൊടുക്കുകയാണ്, കാരണം നല്ലപോലെ ഇതൊന്ന് കുറുകി വരാനായിട്ട്. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പനഞ്ചക്കരയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര ചേർക്കാം. പക്ഷെ പനഞ്ചക്കര ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് വളരെയധികം നല്ലത്. അപ്പൊ അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്തെല്ലാം നമുക്ക് സിമ്മിൽ തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചേക്കുന്ന കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂട് സമയത്ത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം കുറച്ച് തണുപ്പിച്ച് കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടോടുകൂടി കുടിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കുടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.